العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم ندعو كل أناس بإمامهم فمن أوتي كتابه بيمينه فأولئك يقرؤون كتابهم ولا يظلمون فتيلا. صدق الله مولانا العظيم. ബഹുമാന്യരായ ഗുരുവര്യർ ശൈഖുന ഇ.കെ. ഉസ്താദ് അവറുകളെ, ഈ സ്ഥാപനത്തിൻ്റെ, ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രഗത്ഭനായ കാര്യദർശി ശൈഖുന, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുശാവറ സമിതി അംഗം ശൈഖുന എ.വി. ഉസ്താദ് അവറുകളെ, ശൈഖുന ജലീൽ ഉസ്താദ്, ബഹുമാന്യരായ അഹമ്മദ് ഫൈളി, വേദിയിലെ പ്രഗത്ഭരായ ഉലമാക്കളെ, ഉമറാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നന്ദി ജാമിഅ ദാരിസ്സലാം അൽ ഇസ്ലാമിയയുടെ ഐതിഹാസികമായ റൂബി ജൂബിലിയുടെ സമാപന സമ്മേളനങ്ങളുടെ ഉദ്ഘാടന സമ്മേളനത്തിലാണ്, അതിൻ്റെ ഏറ്റവും അവസാന നിമിഷത്തിലാണ് നാം ഇവിടെ സംഗമിച്ചിട്ടുള്ളത്. ഒരുപാട് സഹോദരങ്ങൾ, ആയിരക്കണക്കായ സഹോദരിമാർ, നേരത്തെ ഒരല്പസമയം കരണ്ട് പോയെങ്കിലും വളരെ സ്നേഹത്തോടെയും ഈ സ്ഥാപനത്തോടുള്ള അങ്ങേയറ്റത്തെ ആത്മബന്ധത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒട്ടനേകം ദൂരദിക്കുകളിൽ നിന്ന് ഇവിടെ കടന്നു വന്ന ദാരിമിമാരും, അതുപോലെ നമ്മുടെ ഉമ്മമാരും സഹോദരിമാരും ഈ പരിപാടിയുടെ അവസാന നിമിഷം വരെ ഇവിടെ ഓരോ കാര്യങ്ങളും വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ സ്ഥാപനം, പ്രത്യേകിച്ച് ദാരിമിമാരായ നമ്മുടെ സ്ഥാപനം, നമ്മുടെ ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടു. നമ്മുടെ സ്ഥാപനം എന്ന് പറയുമ്പോൾ ജാമിഅ ദാരിസ്സലാം അൽ ഇസ്ലാമിയ. ആരാണ് ഈ സ്ഥാപനം സ്ഥാപിച്ചത്? കേരളക്കര കണ്ട മഹാരഥന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ, ആരിഫീങ്ങളിൽ എണ്ണപ്പെടുന്ന മഹൽ വ്യക്തിത്വങ്ങൾ. മഹാനായ നന്ദിയിൽ മുഹമ്മദ് മുസ്ലിയാർ, ബഹുമാനപ്പെട്ടവരും ഈ സ്ഥാപനത്തിന്റെ വളർച്ച ലോകോത്തര തലത്തിലേക്ക് ആനയിച്ച ലോകം കണ്ട പ്രഗത്ഭനായ പണ്ഡിത വര്യനർ ശൈഖുന അൽ ആലിമുൽ ആലം ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് അവറുകൾ ഉൾപ്പെടെയുള്ള, ഇന്നത് മൗലാന മൂസക്കുട്ടി ഹസ്രത്ത് ഉസ്താദ്, മൗലാന ഇ.കെ. ഉസ്താദ്, ബഹുമാന്യരായ ശൈഖുന എ.വി. ഉസ്താദ്, ഇങ്ങനെയുള്ള മഹാരഥന്മാരുടെ കരങ്ങളിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ എൻ്റെ ദാരിമിമാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒന്ന് ഊർജ്ജസ്വലമായിട്ട് ഈ സ്ഥാപനത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ഈ സ്ഥാപനത്തിനെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി, ഈ സ്ഥാപനത്തിന്റെ സന്ദേശം കേരളത്തിനകത്തും പുറത്തും ഈ സ്ഥാപനത്തിന്റെ മഹിതമായ സന്ദേശം എത്തിക്കുവാൻ വേണ്ടി നാം ഒറ്റക്കെട്ടായി, ഒറ്റമയ്യായി നാം രംഗത്തിറങ്ങേണ്ടതുണ്ട്. നേരത്തെ ഇവിടെ കരണ്ട് പോയി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പൂർവ്വകാല സമ്മേളനങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ 2 സമ്മേളനങ്ങൾ എനിക്ക് ഓർമ്മ വരികയാണ്. പഴയ കാലത്ത് നടന്ന തിരുനാവായ സമ്മേളനം നടക്കുന്നതിനിടയിൽ തിരുനാവായ പുഴ അന്ന് മണൽ മാത്രമായിരുന്നു, വെള്ളമുണ്ടായിരുന്നില്ല. സമ്മേളനത്തിന്റെ ഇടയിൽ കുത്തിയൊലിക്കുന്ന വെള്ളപ്പാച്ചിലിൽ സമ്മേളനത്തിന്റെ മുഴുവൻ നഗരിയും ഒലിച്ചുപോയി. നമ്മുടെ നേതാക്കന്മാർ അന്ന് എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ടാകും. ശൈഖുന ശംസുൽ ഉലമായുടെ വഫാത്തിനു ശേഷം മലപ്പുറം ജില്ലയിൽ നടന്ന ജില്ലാ ഐതിഹാസിക സമ്മേളനത്തിന്റെ 10,000ങ്ങൾക്ക് ക്യാമ്പിൽ പങ്കെടുക്കുവാൻ വേണ്ടി തയ്യാർ ചെയ്ത പന്തൽ, ഒരു ക്യാമ്പിന്റെ ഇടവേളയിൽ ആളുകൾ എല്ലാവരും പുറത്തേക്ക് പോയ സന്ദർഭത്തിൽ ഏതാനും കുട്ടികൾ മാത്രം അവിടെ ആ ക്യാമ്പിന്റെ സ്റ്റേജിന്റെ മുൻവശത്ത് നിൽക്കുമ്പോൾ
പെട്ടെന്ന് പൊളിഞ്ഞാണ് ചാടി. പക്ഷേ ഒന്നും സംഭവിച്ചില്ല, ഒരപായവും സംഭവിച്ചില്ല. സുന്നത്ത് ജമാഅത്തിന്റെ അഭിമാനബോധമുള്ള മക്കൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ അത് വീണ്ടും ആരംഭിക്കുകയാണ്. ഇങ്ങനെയുള്ള എത്രയെത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ നമ്മൾ ദാരിമിമാർ, നമ്മുടെ സ്ഥാപനത്തിന്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഈ സ്ഥാപനത്തിന്റെ സന്ദേശത്തോളം ആർജവത്വമുള്ള ആദർശബോധമുള്ള ഒരു സന്ദേശം ഈ രാജ്യത്ത് പ്രചരിപ്പിക്കാൻ ഒരു യൂണിവേഴ്സിറ്റികൾക്കും സാധ്യമല്ല, ഒരു സ്ഥാപനങ്ങൾക്കും സാധ്യമല്ല. എന്തുകൊണ്ട് സാധ്യമല്ല? ഈ സ്ഥാപനത്തിന്റെ സാന്നിധ്യം മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവർകളാണ് ഇതിന്റെ മഹിതമായ നേതൃത്വം വഹിച്ചത്. എന്താണ് ശൈഖുനാ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്ന, വരച്ചു തന്ന മാതൃക എന്താണ്? ശൈഖുനായുടെ പ്രഭാഷണങ്ങൾ നിങ്ങൾ ഓർക്കുന്നില്ലേ? ശൈഖുനായുടെ ലേഖനങ്ങൾ നിങ്ങൾ വായിച്ചിട്ടില്ലേ? ശൈഖുന എന്താണ് ഇവിടെ പറഞ്ഞത്? 3 അസ്തിത്വങ്ങളിലാണ്, 3 അടിസ്ഥാനങ്ങളിലാണ് ശൈഖുന നായകത്വം കൊടുത്തുകൊണ്ട്, നട്ടു വളർത്തിക്കൊണ്ട്, പടുത്തുയർത്തിക്കൊണ്ട് പടർന്നു പന്തലിപ്പിച്ച മഹാപ്രസ്ഥാനമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് 3 അടിത്തറകളാണ് ശൈഖുനാ ശംസുൽ ഉലമ പകർന്നു നൽകിയത്. ഒന്നാമത്തെ അടിസ്ഥാനം എന്താണ്? അത് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അസാധാരണത്വമാണ്. ശൈഖുന ചോദിച്ചു, ആരാണ് നബി? എടോ വഹാബി, എടോ മൗദൂദി, നീ പറയുന്നത് പോലെയല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ തിരുപ്പിറവിക്ക് മുമ്പോ തിരുപ്പിറവിയുടെ വേളയിലോ അല്ലെങ്കിൽ 40 വയസ്സ് വരേക്കുമുള്ള സന്ദർഭത്തിലോ അല്ലാഹുവിന്റെ റസൂലിന് യാതൊരു പ്രത്യേകതയും ഇല്ല. 40 മുതൽക്ക് 63 വയസ്സ് വരേക്കുമുള്ള 23 കൊല്ലക്കാലത്തെ ഔദ്യോഗികമായ ഒഫീഷ്യൽ ഫീൽഡ്, ഔദ്യോഗികമായ മേഖലയിലുള്ള റിസാലത്തും നുബുവത്തും മാത്രമേയുള്ളൂ എന്ന് പറയുന്ന പുത്തൻവാദികൾ ഇല്ലേ? അവരോട് അവിടുന്ന് വെട്ടി തുറന്നു പറഞ്ഞു, അങ്ങനെയല്ല. അല്ലാഹുവിന്റെ റസൂൽ ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. ശൈഖുനായുടെ ലേഖനം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം ദാരിമിമാരെ, എന്റെ ഉമ്മമാരെ. നിങ്ങളല്ലേ ഈ സ്ഥാപനത്തിന് പണവും ഈ സ്ഥാപനത്തിന് സഹായവും എല്ലാം നൽകിക്കൊണ്ട് ഈ സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളല്ലേ? ഈ സ്ഥാപനത്തിന്റെ മേധാവിയായിരുന്ന മഹാനായ ശൈഖുനാ ശംസുൽ ഉലമായി അവിടുത്തെ അമൂല്യ രത്നങ്ങൾ എന്ന് പറയുന്ന അമൂല്യമായ ഒരു ഗ്രന്ഥം ഇവിടുത്തെ വിദ്യാർത്ഥികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ മഅ്ദിനുൽ ബയാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഇതളുകൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ. അതിൽ ശൈഖുനാ പറയുകയാണ്, എന്തിനാണ് അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് സിറാജം മുനീർ എന്ന് പറയുന്നത്? കത്തിജ്വലിക്കുന്ന വിളക്കെന്ന് പറഞ്ഞത് എന്തിനാണ്? ഒരു വിളക്കിന് സ്വയം പ്രകാശമുണ്ടെന്ന് മാത്രമല്ല, ആ വിളക്കിനെ സഹവസിക്കുന്നവർക്ക്, ആ വിളക്കിന്റെ പരിസരത്ത് നിൽക്കുന്നവർക്ക് അവർക്കും വെളിച്ചം കൊടുക്കുകയാണ്. ഇങ്ങനെ സ്വയം പ്രകാശിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്ന അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. എന്തിനാണ് അല്ലാഹുവിന്റെ റസൂലിന് 40 വയസ്സ് വരെ നുബുവത്തിന്റെ പദവി അല്ലെങ്കിൽ നുബുവത്തിന്റെ നിയോഗം എന്തുകൊണ്ട് കൊടുത്തില്ല? ആ ചോദ്യത്തിന് ശൈഖുന മറുപടി പറഞ്ഞത് എന്താണ്? 40 വയസ്സ് വരേക്കും അല്ലാഹുവിന്റെ റസൂലിനെ വളരെ പരിശുദ്ധമായി, വളരെ പരിപാവനമായി, വളരെ പാപസുരക്ഷിതത്തോടുകൂടി, ഒരു കറാഹത്ത് പോലും സംഭവിക്കാതെ, ഒരു നിഷിദ്ധം പോലും സംഭവിക്കാതെ, ഒരു അവിവേകം പോലും സംഭവിക്കാതെ, അവിടുത്തെ കണ്ണുകളെ കൊണ്ടോ കാതുകളെ കൊണ്ടോ കൈകളെ കൊണ്ടോ കാലുകളെ കൊണ്ടോ ഒന്നും തന്നെ സംഭവിക്കാതെ തികച്ചും മാതൃകാപരമായി വളർത്തിയെടുത്ത ഒരു സമൂഹത്തിന്റെ മുമ്പിൽ 40 വയസ്സിന്റെ വരേക്കുമുള്ള വ്യക്തമായ അനുഭവത്തിന്റെ പിൻബലമുള്ള ഒരു സമൂഹത്തിന്റെ മുമ്പിലാണ് അല്ലാഹുവിന്റെ റസൂലിന് പ്രവാചകത്വം കൊടുത്തത്. പിന്നെ അത് നിഷേധിക്കാൻ പറ്റില്ല. യുക്തി കൊണ്ട് മനസ്സിലാക്കേണ്ടതല്ല. ശൈഖുന പറയുകയാണ്, യുക്തി കൊണ്ടല്ല ഖുർആൻ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ബുദ്ധി കൊണ്ട്, കേവല യുക്തി കൊണ്ട് ഹദീസ് മനസ്സിലാക്കാൻ പാടില്ല. മറിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ ഷഹാദത്താണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സാക്ഷിത്വമാണ് ഈ ദീനിന്റെ അടിത്തറ എന്നത് ഒന്നാമത്തെ അടിത്തറയായി ശൈഖുന ഇവിടെ പരിചയപ്പെടുത്തിയപ്പോൾ ആ ശൈഖുന പറഞ്ഞു, അങ്ങനെയുള്ള ആ റസൂലിന്റെ ജീവിതമാണ് ഖുർആനിന്റെ വ്യാഖ്യാനം. ആ ജീവിതത്തിലൂടെയാണ് ഖുർആൻ മനസ്സിലാക്കേണ്ടത്. മനുഷ്യനിർമ്മിതമായ പരിഭാഷകൾ വായിച്ചുകൊണ്ടല്ല,
മനുഷ്യന്റെ യുക്തി കൊണ്ടും മനുഷ്യന്റെ ബുദ്ധി കൊണ്ടും ഖുർആനിന്റെ വചനങ്ങളെ അർത്ഥം വെച്ചുകൊണ്ടല്ല ദീനിനെ മനസ്സിലാക്കേണ്ടത് എന്ന് ശൈഖുന നമ്മളെ പഠിപ്പിച്ചു. മറിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതമാണ് ഖുർആൻ എന്ന് പറയുന്നത്. പക്ഷേ ആ ജീവിതം എങ്ങനെയാണ് റസൂൽ പ്രയോഗവൽക്കരിച്ചത്? അത് പ്രയോഗവൽക്കരിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാക്കളായ 1,00,000-ൽ പരം വരുന്ന സഹാബിവര്യന്മാരെ അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ നമുക്ക് വാർത്ത വിട്ടു. എന്നിട്ട് ശൈഖുന പറഞ്ഞു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. സഹാബിമാരെ യഥോവിധം മഹാന്മാരായ സഹാബിമാരെ യഥാവിധം അനുസരിക്കുന്ന, അംഗീകരിക്കുന്ന, പിന്തുടരുന്ന, പിൻപറ്റുന്ന ആ പാഥേയമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അല്ലാഹുവിന്റെ റസൂലിന്റെ അസാധാരണത്വവും ആ അസാധാരണത്തിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആനിനെ അസാധാരണമായ ജീവിതം കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ കാണിച്ചു തന്ന വ്യാഖ്യാനവും ആ വ്യാഖ്യാനങ്ങളെ നേർക്കുനേരെ പകർത്തിയ പരിശുദ്ധാത്മാക്കളായ സഹാബിമാരും ആ സഹാബിമാരാണ് 1953 മുതൽ 1996 വരേക്കും നേതൃത്വം വഹിച്ച ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് വളർത്തിയെടുത്ത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ പ്രബോധനം ചെയ്തത്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ തളർത്താനും തകർത്തുവാനും വേണ്ടി ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ തൗഹീദായ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശൈഖുന പറയുകയാണ്, ശംസുൽ ഉലമ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിന്റെ മൂലപ്രമാണം ലാ ഇലാഹ ഇല്ലല്ലാഹയാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ മൂലപ്രമാണം മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹിയിലൂടെ അല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കാൻ പാടില്ല. അങ്ങനെ മനസ്സിലാക്കി പോയതാണ് ഇവിടുത്തെ വഹാബികൾക്ക് പിഴവുണ്ടാവാൻ കാരണം. അങ്ങനെ മനസ്സിലാക്കിയതാണ് ഇവിടുത്തെ മൗദൂദികൾ അബദ്ധത്തിൽപ്പെട്ടത്. അത് തന്നെയാണ് ഇവിടുത്തെ തബ്ലീഗ് ജമാഅത്തുകാരനും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശത്രുവായി മാറിയത്. അതുകൊണ്ട് തന്നെയാണ് ചില ജൂതന്മാരും ക്രൈസ്തവരൊക്കെ അള്ളാഹുവിനെ കാമിക്കുന്ന, സുന്ദരികളായ പെണ്ണുങ്ങളുമായിട്ട് കാമിക്കുന്ന ഒരു ദൈവമായിട്ട് അവതരിപ്പിക്കാൻ അവരെ നയിച്ച വികാരം മുഹമ്മദുർ റസൂലുള്ളാഹിയിലൂടെയല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹയെ മനസ്സിലാക്കിയതാണ് എന്ന് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാഇ വരച്ചു കാണിച്ചു തന്ന നമ്മുടെ സ്ഥാപനം, ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന ദാരിമിമാർക്കല്ലാതെ ഈ ആശയം ഈ രൂപത്തിൽ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള വൈജ്ഞാനികമായ ആത്മീയമായ പിൻബലം മറ്റാർക്കാണ് നേടിയെടുക്കുവാൻ സാധിക്കുക എന്ന് എന്റെ ദാരിമിമാർ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് അവർകൾ വളർത്തിയെടുത്ത പ്രസ്ഥാനത്തെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി ഇവിടെ പല അടവുകളും പയറ്റുന്ന പല ആളുകളും ഇന്ന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശൈഖുനാ ശംസുൽ ഉലമാഇ തങ്ങളിൽ നിന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആദർശങ്ങൾ മുഴുവൻ ഒപ്പിയെടുത്തുകൊണ്ട് അവസാന നിമിഷം ശൈഖുനായെ തന്നെ തിരിഞ്ഞുകുത്തുവാൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ 989-കളിൽ ശൈഖുനാന്റെ ഗുരുത്തക്കേട് വാങ്ങിച്ചുകൊണ്ട് ശൈഖുനാന്റെ കാലടിയിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് അവർ എവിടെയാണ് നിൽക്കുന്നത്? ശുദ്ധമായ വഹാബിയാശത്തിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണം എന്റെ മുഅ്മിനീങ്ങളെ. എന്താണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ ഉൾപ്പെടെയുള്ള മഹാന്മാരായ അംബിയ മുർസലീങ്ങളുടെയും ഔലിയാക്കളുടെയും കറാമത്ത് അവരുടെ ജീവിതത്തിന്റെ അവസാന മരണ സമയത്തോടുകൂടി അവരിൽ നിന്ന് മുറിഞ്ഞുപോയി എന്ന ഏറ്റവും വലിയ അനിസ്ലാമികമായ പുത്തൻ വാദത്തിന് ശിലയേകുന്ന വാദവുമായിട്ട് ഊരുതണ്ടുകയാണ്. ഈ സ്റ്റേജിലിരിക്കുമ്പോൾ തന്നെ ഗൾഫിൽ നിന്നൊരു സുഹൃത്ത് എനിക്ക് വാട്സപ്പിലൂടെ അയച്ചിരിക്കുകയാണ്. മഹാനായ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹുവിന്റെ ബുർദയിൽ നിന്നുള്ളൊരു കാവ്യം പോലും ഇന്ന് ആ വിഭാഗം മുഅ്ജിസത്ത് മുറിഞ്ഞു, കറാമത്ത് മുറിഞ്ഞു എന്ന ഏറ്റവും അപകടകരമായ വാദഗതിയിലേക്ക് അനുയായികളെ കൊണ്ടുപോകുവാൻ ബുർദയുടെ ഒരു കവിതാ വരിയെ പോലും ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുകയാണ്. എന്റെ മുഅ്മിനീങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് ശൈഖുനായുടെ ശക്തിയാണ്, അതിൽ യാതൊരു സംശയവുമില്ല.
ശൈഖുനായുടെ ശക്തിയും ശംസുൽ ഉലമയുടെ അല്ലാഹുവിലേക്കുള്ള അടുപ്പവുമാണ് ഈ പ്രസ്ഥാനത്തെ ഇത്രയും വളർച്ചയിലേക്ക് എത്തിച്ചത് എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ശൈഖുനായോട് കുടിപ്പകള്ള ചില മൗലാനമാരും സംസ്ഥാനമാരും ഇപ്പോ കുറച്ചു കാലമായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്താണ് അവര് പറയണത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ MSR പുതുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മദ്രസകളിലുള്ള ഉസ്താദുമാർക്ക് MSR, കുറെ നമ്മളെ ദാരിമിമാർ ഒരുപാട് ആളുകൾ മദ്രസയിൽ സേവനം ചെയ്യുന്നവരുണ്ട്. MSR പുതുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. MSR പുതുക്കാൻ വേണ്ടി പറയുക വഴി പാവപ്പെട്ട മുഅല്ലിമീങ്ങളെ അടക്കി ഭരിക്കാനും അവരുടെ ജോലി തെറിപ്പിക്കുവാനുമാണ് ഇവർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും വിദ്യാഭ്യാസ ബോർഡും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോ ചില സംസ്ഥാന മൗലാനമാര് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ. ഏത് മൗലാനയാണെങ്കിലും ശരി, വല്ലാതെ മേക്കിട്ട് കയറിയാൽ ദാരിമിമാർ നോക്കി നിൽക്കില്ല. നിങ്ങളെ ഇരുത്തേണ്ടടുത്തേക്ക് ഇരുത്താൻ ഞങ്ങൾക്ക് കഴിയും. അതിനാവശ്യമായ വൈജ്ഞാനികവും ആത്മീയവുമായ പിന്തുണയും ആർജവത്വവും ഞങ്ങളുടെ ഉസ്താദുമാർ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് നമ്മുടെ മഹല്ലുകളിലുള്ള മദ്രസ? നാട്ടുകാർ കയറ്റിയ മദ്രസല്ലേ? നാട്ടേര മദ്രസയിൽ സമസ്തക്ക് എന്താ കാര്യം എന്നാ ചോദിക്കുന്നത്. എന്നാ കേട്ടോളൂ, നാട്ടേര മദ്രസയിൽ സമസ്തക്ക് എന്താ കാര്യം? ഇത് ലജ്നത്തു തഅലീമി ദീനിൽ ഇസ്ലാമി ലിഉമൂമി കേരള, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്, അതിലെ ഒരു മദ്രസയുടെ അഫിലിയേഷന് വേണ്ടിയുള്ള അപേക്ഷാ ഫോമാണിത്. എന്താണ് ഓരോ മദ്രസ കമ്മിറ്റിയും ഇതിലെന്താ പറയുന്നത്? മേൽ മദ്രസ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ആശയാദർശമനുസരിച്ചും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസും നിയമങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വിധേയമായും നടത്തുന്നതാണെന്ന് ഇതിനാൽ ബോർഡിനെ സത്യബോധ്യപ്പെടുത്തുകയും ബോർഡിന്റെ അംഗീകരണത്തിനായി അപേക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പൊ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും സിലബസിനും നിർദ്ദേശങ്ങൾക്കും അനുസരിച്ചു കൊള്ളാം എന്ന് ഒപ്പിട്ട് കൊടുത്തുകൊണ്ടാണ് ഓരോ മദ്രസയും അഫിലിയേറ്റ് ചെയ്യപ്പെടുന്നത്. അല്ലാതെ സമസ്ത പോയിട്ട് മദ്രസ ഇങ്ങോട്ട് കൊണ്ടുവരല്ല, നാട്ടുകാരുടെ ആവശ്യമാണ്. ഏഷ്യാവൻകരയിലുള്ള മുഴുവൻ വിദ്യാഭ്യാസ ഏജൻസികളെന്നല്ല, ഈ ഭൂഖണ്ഡത്തിലുള്ള സകല വിദ്യാഭ്യാസ ഏജൻസികളെയും വെല്ലുവിളിക്കുന്ന വിധത്തിലുള്ള ശക്തിയും കെൽപ്പുമുള്ള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൽ ഞങ്ങളെയും ഒരു മെമ്പറായി ചേർക്കണേന്ന് അപേക്ഷിച്ചതാണ്. അല്ലാതെ സമസ്ത പിടിച്ചു വലിച്ചു കൊണ്ടുവന്നതല്ല. അവിടെയാണ് MSR എടുക്കണം എന്ന് പറഞ്ഞത്. പിന്നെ MSR എടുക്കുമ്പോ ഇത് സമസ്തയെ അംഗീകരിക്കുന്ന ഒരു അധ്യാപകനാണ് ഞാനെന്ന് പറയാൻ വേണ്ടി താൻ ഷെഡിട്ട് പഠിപ്പിച്ചു കൊടുത്ത SKSSFകാരൻ്റെ അടുത്ത് പോയിട്ട് ഒപ്പ് വാങ്ങണത്രേ. അതൊക്കെ എങ്ങനെ ഇപ്പോ പറയാൻ പറ്റുമോന്നാ ചോദിക്കുന്നത്. അതെ, കയ്യിലിരിപ്പ് മോശമായത് കൊണ്ടാണ് മൗലാന നിങ്ങൾക്ക് അങ്ങനെ പറയേണ്ടി വന്നത്. നിങ്ങളെ കയ്യിലിരിപ്പ് മോശമാണ്. ഞങ്ങളെ ഉസ്താദുമാരങ്ങനെയല്ല. ഞങ്ങളെ ഉസ്താദുമാര് ഞങ്ങളെ പഠിപ്പിച്ച SKSSFകാരനായ ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ മദ്രസയിലുള്ള അലിഫ് മുതൽക്ക് ഖുർആനിന്റെ ഖുൽ അഊദു ബിറബ്ബിന്നാസ് വരെ ഞങ്ങളെ പഠിപ്പിച്ച ഉസ്താദുമാർ, മോനെ ഇവിടെ വാ, ഇതൊന്ന് ഒപ്പിട്ടു താ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ SKSSFകാർ ഒപ്പിട്ട് കൊടുക്കും. കാരണം ഞങ്ങളുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് വിജ്ഞാനം മാത്രമല്ല, വിനയമാണ്. വിജ്ഞാനം, വിനയം, സേവനമാണ്. ഞങ്ങൾക്ക് അതിൽ ഒപ്പിട്ട് കൊടുക്കാൻ മടിയില്ല. പക്ഷെ കയ്യിലിരിപ്പ് മോശമായാൽ അപ്പോ ഒപ്പിട്ട് തരാൻ ചില മോശം ഉണ്ടാവും. അതിലിങ്ങനെ വിറളി പിടിച്ചിട്ട് കാര്യമില്ല എന്ന് ഞാൻ ഉണർത്തുകയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ സാക്ഷിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ശിഷ്യൻ ഉസ്താദിന് സാക്ഷി നിൽക്കുന്നത് ഷഹാദത്തുൽ ലഹുവാണ്, ഷഹാദത്തുൽ അലീഹിയല്ല. നിങ്ങൾ ഏത് കിതാബാ ഓതിയിട്ടുള്ളത്? നിങ്ങൾ ഓതിയ കിതാബേറ്റിന് വരി, ഞങ്ങൾ പഠിപ്പിച്ചു തരാം ഈ സാക്ഷിത്വത്തിന്റെ ഇസ്ലാമിക മാനം എന്താണ്, അതിന്റെ കർമ്മശാസ്ത്രപരമായ മതവിധി എന്താണ്, ഞങ്ങൾ അങ്ങനെ പറഞ്ഞുതരാം. ഞാനിത് പറയണത് എന്താ അറിയോ? ഇപ്പൊ വല്ലാതെ വ്യാപകമായിട്ട് നമ്മളെ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ നോക്കിയാൽ ഇയാളെ പ്രസംഗം കേൾക്കുന്നത് സമസ്ത പാക മഹല്ല് ശിഥിലമാക്കുകയാണ്, ചിന്ന ഭിന്നമാക്കുകയാണ്. കേരളത്തിലുള്ള ആയിരക്കണക്കിന് മഹല്ലുകളെ ശൈഥില്യത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന മഹാശക്തിയായി പ്രവർത്തിക്കുന്നത് ആരാണ്? മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാനായ അഭിവന്യ ഗുരുനാഥൻ, മഹാനായ AV ഉസ്താദ് അടക്കമുള്ള
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് എന്നുള്ളത് ലോകം സമ്മതിച്ചിടത്ത് ഇയാള് പറയാണ് ഇപ്പോ സമസ്ത പാക മഹല്ലുകളെ കുഴപ്പാക്കാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ചോദ്യം എന്താണ്? മുഅല്ലിമീങ്ങള് അവര് ക്ഷേമനിധിയിലേക്ക് ഫണ്ട് കൊടുക്കുമ്പോ അവിടെ പിന്നെ ഫണ്ട് കൊടുക്കണോടത്ത് ഫണ്ട് കൊടുക്കുക എന്നല്ല പറയുന്നത്, ഫണ്ട് പിരിച്ചെടുക്കണോടത്ത് അവിടെ സുന്നിൻ്റെതും വാങ്ങും, ഈക്കൻ്റെതും വാങ്ങും, ഏപ്പിൻ്റെതും, ഞാൻ അയാളെ ഭാഷയെ പറയുന്ന കേട്ടോ, ഏപ്പിൻ്റെതും വാങ്ങും, തബ്ലീഗിൻ്റെതും വാങ്ങും, മുജാഹിദിൻ്റെതും വാങ്ങും, സംസ്ഥാനിയുടേതും വാങ്ങും, ത്വരീഖത്തേൻ്റെതും വാങ്ങും. അതേ സമയത്ത് ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് അപ്പോ ഇതൊന്നും കൊടുക്കൂല. അപ്പൊ സമസ്തക്കാരനാവണം, അപ്പോ സമസ്തയെ അംഗീകരിക്കുന്ന ആളാവണം. ഇത് ശരിയല്ലല്ലോ. പിരിക്കാൻ നിബന്ധനയില്ല, കൊടുക്കാൻ എന്ത് നിബന്ധന? ഇത് ശറഇനെതിരാണ്, ശരീഅത്തിനെതിരാണ്, നിയമവിരുദ്ധമാണ് എന്നൊക്കെ പറയണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഉസ്താദുമാരോട് ഉണ്ടായതുകൊണ്ട് കൂടുതൽ പറയണില്ല. ഈ അധ്യാപകന്മാർ, മുഅല്ലിമീങ്ങൾ, മഹാന്മാരായ മുഅല്ലിമീങ്ങൾ, അവരൊരു വർഷത്തെ വേതനം കൊടുക്കുന്ന ഒരു സദഖയായിട്ടാ കൊടുക്കുന്നത്. അത് കൊടുത്തോളന്നൊന്നുമില്ല, കൊടുത്തില്ല എന്ന് വിചാരിച്ചിട്ട് പോലെ സമസ്ത ഒന്നും കാട്ടാൻ പോകുന്നില്ല. നിങ്ങൾ കൊടുത്തില്ല, എന്താ കൊടുക്കാനൊന്നും ചോദിക്കാറുണ്ടോ? അതൊരു ധർമ്മമായി കൊടുക്കുകയാണ്. അത് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ എന്ന മുഅല്ലിം അധ്യാപക സംഘടനയുടെ അവരുടെ ആ ഒരു സഹകരണ മനോഭാവത്തിന്റെ ധർമ്മബോധമാണ് കാണിക്കുന്നത്. അതിന്റെ പേരിൽ അവര് സദഖയായിട്ട് കൊടുക്കുകയാണ്. കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിലൊരു ഉദ്ദേശമുണ്ട്. എന്താണെന്നറിയോ? ഇതെന്തിനാ കൊടുക്കണത്? ഇത് കൊടുക്കുന്നത് സമസ്തയുടെ അംഗീകാരമുള്ള ഉസ്താദുമാരുടെ പെൻഷനും അവരുടെ സർവീസ് ആനുകൂല്യവും അങ്ങനത്തെ കാര്യങ്ങൾക്ക് കൊടുക്കാനാ. അപ്പൊ ഇത് കൊടുക്കുന്നത് എന്തിനാ? ഇത്തരം മുഅല്ലിമീങ്ങൾക്ക് കൊടുക്കാനാ. അപ്പൊ അത്തരം മുഅല്ലിമീങ്ങൾ അല്ലാത്തവർ ഇത്തരം മുഅല്ലിമീങ്ങൾക്ക് കൊടുക്കുക. ഈ ഒരു ഫണ്ട് മാത്രമൊന്നല്ല കേട്ടോ, ഇതൊരു തുച്ഛമായ ഫണ്ട് മാത്രമാണ്. വേറെ വരുമാനം കൊണ്ടാണ് ഇത് നികത്തപ്പെടുന്നത്. ഞാൻ അതിലേക്ക് വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇത് എന്തിനാ കൊടുക്കുന്നത്? മസ്അല ഞാൻ പറയുന്നത്, വലിയ മസ്അല വീരന്മാരാത്രേ. മസ്അല ഞാൻ പറയുന്നത് ഇതെന്തിനാ കൊടുക്കുന്നത്? ഇത് കൊടുക്കുന്നത് ഇങ്ങനെ സമസ്ത അംഗീകരിച്ച അധ്യാപകന്മാർക്ക് കൊടുക്കാനാണ്. അപ്പൊ പിന്നെ സമസ്ത ആർക്കാ കൊടുക്കേണ്ടത്? ഒരു വിഷയത്തിന് ഫണ്ട് പിരിച്ചാൽ അത് എവിടുക്കാ ചെലവാക്കേണ്ടത്? എന്താ ഇതിന്റെ മസ്അല? നിങ്ങൾ ഞങ്ങൾക്കാണോ മസ്അല പഠിപ്പിക്കുന്നത്? നിങ്ങൾ ഞങ്ങളുടെ ഉസ്താദുമാർക്കാണോ മസ്അല പഠിപ്പിക്കുന്നത്? ഒരു വിഷയത്തിന് വേണ്ടി പിരിച്ച, ഒരു വിഷയത്തിന് വേണ്ടി സംഭാവന ചെയ്ത ഒരു ഫണ്ട് എവിടുക്കാ ചെലവാക്കേണ്ടത്? ആർക്കാ കൊടുക്കേണ്ടത്? അതിന്റെ മാനദണ്ഡം എന്താണ്? അതിന്റെ കർമ്മശാസ്ത്രം എന്താണ്? അതിന്റെ ശറ എന്താണ്? ശരീഅത്ത് എന്താണ്? നിങ്ങൾ അതിന്റെ മസ്അല പറയും. നിങ്ങളെ സദഖത്തുള്ള മൗലവിയുടെ ആ ഫതാവെങ്കിലും ഒന്ന് വായിച്ചു നോക്കി. ഇടത്ത് മലയാളത്തിലാണല്ലോ, അറബിയിലൊന്നും അല്ലല്ലോ. അതിൽ അദ്ദേഹം പറയണില്ലേ, മൗലൂദിന് വേണ്ടി പിരിച്ച ആ പണം ഉപയോഗിച്ചുകൊണ്ട് പിന്നെ മറ്റേക്ക് ചെലവാക്കാൻ പറ്റൂല എന്ന് പറയണ്ടല്ലോ. എന്തിനാണോ പിരിച്ചത് ആ ഉദ്ദേശത്തിന് വേണ്ടിയാണ് അത് ചെലവാക്കേണ്ടതെന്നല്ലേ മസ്അല. എന്നിട്ട് നിങ്ങൾ പറയാ പിരിച്ചത് ഇങ്ങനെയാണെങ്കിലും കൊടുക്കുമ്പോ മറ്റവർക്കൊക്കെ കൊടുക്കണം. എന്ത് നിയമാണത്? എന്ത് ഫിഖ്ഹാണത്? എന്ത് വിഷയമാണ്? 2016 നവംബർ 8 സാക്ഷാൽ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്നാണ് CK പത്മനാഭനും രാധാകൃഷ്ണനൊക്കെ പറയുന്നത്. പക്ഷെ അയാൾ പറയുന്നത് ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ല, ഞാൻ ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. അയാൾ ഇപ്പൊ ചർക്കയൊക്കെയാണല്ലോ ഇപ്പൊ വലിച്ചാ നിൽക്കുന്നത്. രാഷ്ട്രപതിയല്ല, രാഷ്ട്രപിതാവ്, ഫാദർ ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണെന്നാണ് അയാളെ വിചാരം. അയാൾ 2016 നവംബർ 8 നോട്ടാണ് പിൻവലിച്ചു. 500ന്റെ 1000ന്റെ. അപ്പൊ ബൽക്ക് ഇളകി. നാദാപുരത്തുനിന്നും വണ്ടൂരിന്നും കുറച്ച് ആൾക്കാർ ഇളകി. ഇപ്പൊ കണ്ടില്ല സമസ്തക്കാരെ, നോട്ടിന് സക്കാത്തില്ലാന്ന്. കറൻസിക്ക് ഒരു വിലയില്ല. അത്ര കറൻസിക്ക് വിലയില്ല, കറൻസിക്ക് വിലയില്ലാന്ന്. ആ കാലയളവിൽ ആ കറൻസി ഉപയോഗിച്ചിട്ട് പെട്രോൾ പമ്പിൽ പോയ 500 രൂപ എടുത്താൽ 10 ലിറ്റർ എണ്ണ കിട്ടുന്ന കാല 2016 നവംബർ 8 കഴിഞ്ഞിട്ടും. എന്നിട്ടും ഇവര് പറയാ കറൻസിക്ക് വിലയില്ല. അപ്പോ ഞങ്ങൾ ദാരിമിമാർ അതിലിടപെട്ടു. ഓൺലൈനിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇസ്ലാമിക് ക്ലാസ് റൂമിലും അതിലിടപെട്ടു. എന്നിട്ട് പറഞ്ഞു കറൻസിക്ക് ഒരു വിലയില്ല എന്നാ നിങ്ങൾ പറയുന്നത്. നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ കറൻസി കടം കൊടുത്താൽ അതിൽ ഇടപാടിനകത്ത് വർധനവ് ചർത്താക്കിയാല് കടപ്പലിശ വരുന്നുള്ളത്. വിലയില്ലാത്ത സാധനം എങ്ങനെ ആരെങ്കിലും കടം കൊടുക്കുവോ? വിലയില്ലാത്ത സാധനം കടം കൊടുക്കാൻ പറ്റുമോ? കാരണം കടം കൊടുക്കാനുള്ള നിബന്ധനയാണത് സലമിന് പറ്റണം, മുസ്ലിം ഫീഹി ആവാൻ പറ്റണം. അതിന്റെ നിബന്ധനയാണത് ബൈഇന് പറ്റണം.
വിൽപ്പനക്ക് പറ്റണം. വിൽപ്പനയുടെ നിബന്ധനയാണ് അത് സ്വയം വിലയുള്ള അല്ലെങ്കിൽ സ്വന്തത്തിൽ ഉപകാരമുള്ളതാവണം. കറൻസിക്ക് ഒരു വിലയില്ല എന്നാണ്. കറൻസിക്ക് ഒരു വിലയില്ല എന്ന് പറയുന്നോല് മന്ദബുദ്ധികളാണെന്ന് ഇപ്പൊ 2017 ജനുവരിയിൽ എഴുതിയിട്ടുണ്ട്. കറൻസിക്കൊരു വിലയുമില്ല എന്ന് പറയുന്നത് മന്ദബുദ്ധികളാണ്. കറൻസിക്കൊരു വിലയില്ല. അബ്ദുൽ ഹമീദ് ഷെർവാനി റഹിമഹുല്ലാഹ് ബഹുമാനപ്പെട്ടവർ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനൊരു വിലയുമില്ല എന്ന് പറയുന്നത് മന്ദബുദ്ധികളാണെന്ന് 2014 ജനുവരി ലക്കത്തിൽ എഴുതി വെച്ചവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ കിതാബ് ഒന്ന് വായിക്കണം. മഹാനായ സയ്യിദുൽ ബഖരി റളിയല്ലാഹു തആല ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബൂബക്കർ ബിൻ മുഹമ്മദ് ഷത്താ അദ്ദേഹത്തിന്റെ അൽ ഖൗലുൽ മുനഖഹുൽ മദ്ബൂത്ത് എന്ന കിതാബിൽ എന്താ പറയുന്നത്? لأن الأوراق المذكورة ذات قيمة ومندفع بها غاية الاندفاع. എന്ത് നിങ്ങൾ പറയും? ഇആനത്തിന്റെ രചയിതാവായ ഇആനത്ത് താലിബീനിന്റെ മുസന്നിഫായ ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് പറയും? ഒരു വിലയുമില്ല എന്ന് പറഞ്ഞ നിങ്ങളോട് പറയാണ്, അങ്ങേയറ്റത്തെ വിലയാണ് കറൻസികൾക്കുള്ളത്. അയാൾ അദ്ദേഹം മന്ദബുദ്ധിയാണോ? നിങ്ങൾ ഞങ്ങളെ മന്ദബുദ്ധി എന്ന് വിളിക്കുമ്പോ ശ്രദ്ധിക്കണം. ആ വിളിയുടെ അസ്ത്രം ചെന്ന് തറക്കുന്നത് സാക്ഷാൽ ഇമാമുമാരുടെ നെഞ്ചത്തേക്കാണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഈ സന്ദർഭത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ കറൻസിക്ക് വിലയുണ്ട് എന്നും ആ വില എന്നിട്ട് ഇപ്പൊ പറയണ എന്താ വെച്ചാല് കറൻസി വിൽക്കാനൊന്നും പറ്റൂല, അതുകൊണ്ട് സാധനം വാങ്ങാനൊന്നും പറ്റില്ല. ഈ നാദാപത്തെ കുറച്ച് കൂട്ടറായി പറയണതേ. ഞാനിത് പറയാൻ കാരണം ഇവിടുത്തെ അവസരത്തിൽ പറഞ്ഞെന്താ വെച്ചാൽ ഇപ്പൊ വല്ലാതെ അവരൊരു അറ്റാക്ക് ചെയ്യാനുള്ളൊരു ശ്രമം നടത്താൻ അവർക്ക് കഴിയുമോ എന്നൊന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. എന്നാ ഒന്നുകൂടി പറയട്ടെ, എന്താണ് എനിക്ക് പറയാനുള്ളത്? വളരെ വ്യക്തമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ കറൻസിക്ക് ഒരു വിലയുമില്ല, അത് കൊടുക്കാനും വാങ്ങാനും പറ്റൂല എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഒരു വസ്തുവിന്റെ വില എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തുവിന്റെ വില എന്ന് പറഞ്ഞാൽ ഇമ്മാലി ഖില്ലത്തിഹി ഔലി ഖസ്സത്തിഹിന, ഒന്നിരിക്കൽ അത് വളരെ കമ്മിയായതുകൊണ്ട് അല്ലെങ്കിൽ അത് വളരെ നിസ്സാര വസ്തു ആയതുകൊണ്ട്. കറൻസി അങ്ങനെയാണോ? ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ. അപ്പോൾ ഈ കറൻസി വളരെ ഇപ്പൊ ഇവര് പറയുന്നത് കറൻസി വിൽക്കാനും വാങ്ങാനൊന്നും പറ്റൂല, പക്ഷേ അതിന്റെ അവകാശം വിട്ടുകൊടുത്ത് കാണ്ട് പണം വാങ്ങാം. അപ്പൊ അങ്ങനെ കടവും കൊടുക്കാം. അപ്പൊ ആ കടത്തിൽ വർധനവ് ഷർത്താക്കിയാൽ അവിടെ പലിശ വരും, റിബൽ ഖർദ് വരും. നഖലുൽ യദ് മുഖാന്തിരം കടം കൊടുത്ത് അപ്പോ വർധനവ് ഷർത്താക്കുമ്പോ റിബൽ ഖർദ് വരും. ഒരൊറ്റ ഇബാറത്ത് കൊണ്ട് നിങ്ങൾക്കത് തെളിയിക്കാൻ സാധ്യമല്ല. ലോകത്ത് എത്ര കിതാബുണ്ട്? ആകെ നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ 4 റിബയാ പറഞ്ഞത്. ഇത് ദാരിമിമാരുടെ ഒരു സംഗമം കൂടിയാണല്ലോ. അപ്പൊ കുറച്ച് വൈജ്ഞാനികമായ കുറച്ച് വിഷയങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്താണ് റിബൽ? 4 റിബല്. 1 റിബൽ ഫദ്ലി, 2 റിബൽ നസീഅത്തി, 3-മത്തത് റിബൽ യദി, 4-മത്തത് റിബൽ ഖർദി. റിബൽ ഫദ്ലി ഏറ്റ പലിശ, റിബൽ നസീഅ അവധി പലിശ, റിബൽ അതുപോലെ തന്നെ റിബൽ യദി സദസ്സിൽ നിന്ന് കൈമാറുമ്പോ കൈപ്പലിശ, 4-മത്തതാണ് റിബൽ ഖർദി. 5-മത് റിബൽ നഖ്ലി അവകാശ കൈമാറ്റ പലിശ. പലിശ ഉണ്ടോ? ഏതാണ് ആ പലിശ? ഏത് ഇമാമാണത് പറഞ്ഞത്? ഏത് കിതാബിന്റെ ഏത് വരിയിലാണത് പറഞ്ഞത്? അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ശൈഖുന സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളെ സമൂഹത്തിന്റെ മനസ്സാക്ഷിയുടെ അകത്ത് സൂക്ഷിക്കുവാൻ വേണ്ടി വളരെ ശാസ്ത്രീയവും ബുദ്ധിപരവും സന്ദർഭോചിതവുമായി തന്റെ നീണ്ട ദഅവത്തിന്റെ ജീവിതത്തിനിടയിൽ നടത്തിയ ഇടപെടലുകളിലൂടെ നട്ടുവളർത്തിയ സുന്നത്ത് ജമാഅത്തിലൂടെ വളർന്നു വന്ന കേരള മുസ്ലിമീങ്ങളുടെ ഐക്യബോധവും കേരള മുസ്ലിമീങ്ങളുടെ സംഘടിത ബോധവും തച്ചു തകർക്കാൻ വേണ്ടി സ്റ്റേജ് കെട്ടി ആര് പ്രസംഗിച്ചാലും ഇവിടെ നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ സാധ്യമല്ല. ഞാൻ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നമ്മളെല്ലാവരും ഇന്ന് ഐക്യത്തിന്റെ കാര്യങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഐക്യം വേണം, മുസ്ലിമീങ്ങൾ ഐക്യം വേണം. മുസ്ലിമീങ്ങൾ മാത്രമല്ല ഐക്യം വേണ്ടത്,
ശൈഖുനായുടെ ലേഖനത്തിൽ വായിച്ചിട്ടുണ്ട്, മതത്തിന്റെ ആളുകൾ തമ്മിലും ഐക്യം വേണം, മാനവികതയിൽ ഐക്യം വളർന്നു വരണം, തോളോട് തോളുരുമ്മിക്കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ശൈഖുന പഠിപ്പിച്ചു. ആ കൂട്ടത്തിൽ ഇവിടെ ഈ ഐക്യത്തിന്റെ വിള്ളലുകളുമായിട്ട് മഹല്ലുകൾ തോറും ആരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? സമുദായത്തിന്റെ നേതൃത്വവും ഉന്നത ശീർഷനായ ആളുകളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളല്ല, ഈ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങി ഓരോ മഹല്ലിലും സേവനം ചെയ്യുന്ന ഞങ്ങൾ ദാരിമിമാരല്ല. മറിച്ച് ആരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ആരാണ്? ഓരോ നാട്ടിലും റബീഉൽ അവ്വൽ മാസം വന്നാൽ, റബീഉൽ ആഖിർ മാസം വന്നാൽ മഹാനായ നബിയുടെയും മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ബദരീങ്ങളുടെയും ഒക്കെ അനുസ്മരണയും സ്നേഹവും സ്മരണയും നിലനിർത്തുവാൻ വേണ്ടി അവിടെ നടത്തപ്പെടുന്ന വലിയ വലിയ പരിപാടികൾ ശിർക്കും കുഫറും ബിദ്അത്തും നരകവുമാണെന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഓരോ മഹല്ലിനെയും ശിഥിലമാക്കുവാൻ വേണ്ടി അവിടെ പരസ്യമായി വേദി കൊട്ടിക്കൊണ്ട് അമുസ്ലിമീങ്ങളെപ്പോലും പറയിപ്പിച്ചുകൊണ്ട് അവിടെ പ്രഭാഷണം നടത്തിക്കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ്? ഇവിടുത്തെ വഹാബികളാണ്. അവിടുത്തെ മുസ്ലിം സംഘടിത കൂട്ടായ്മയെ, വിശ്വാസദാർഢ്യത്തെ ഛിന്ന ഭിന്നമാക്കുന്നത് ആരാണ്? ഇവിടുത്തെ മൗദൂദികളല്ലേ. ആളുകളെ പ്രലോഭിച്ചുകൊണ്ട് പണം കൊടുത്തുകൊണ്ട് 40 ദിവസത്തിന് 50,000 രൂപയാണ് മലപ്പുറം ജില്ലയിൽ ഒരു സുഹൃത്തിന് കൊടുത്തത് തബ്ലീഗുകാരൻ. 40 ദിവസത്തെ ജമാഅത്തിന് പോന്നാൽ നിനക്ക് പണിയെടുക്കാതെ സുഖമായിട്ട് ജീവിക്കാം, ഇന്നാ പിടിച്ചോ 50,000. അള്ളാഹുവിന്റെ റസൂലിനെ തഅ്ലീമോടുകൂടി മനസ്സിലും ഓർത്തുപോയാൽ അത് കാളയെ ഓർക്കുന്നതിനേക്കാൾ ദുരാഹെ വൃത്തികെട്ടതാണ്. എന്തെന്നുകൊണ്ടെന്നാൽ റസൂലിന്റെ ഓർമ്മയിൽ തഅ്ലീം എന്ന ആദരവടങ്ങിയിട്ടുണ്ട്. അത് ശിർക്കിന്റെ ഭാഗമാണ്. കാളയിലും കഴുതയിലും അതില്ലല്ലോ, അതിനോട് നിസ്സാരതയല്ലേ മനസ്സിൽ വരിക എന്ന് പറഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയെയും മുഹമ്മദുർ റസൂലുള്ളാഹിയെയും അട്ടിമറിച്ച തബ്ലീഗുകാരന്റെ ശൈഥില്യ പ്രവർത്തനം, ഇതല്ലേ യഥാർത്ഥത്തിൽ ഐക്യത്തിന്റെ തടസ്സം? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോ അതിന്റെ സാരഥിയായിരുന്ന ശംസുൽ ഉലമയുടെ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികളോ പണ്ഡിതന്മാരോ അല്ല, മറിച്ച് ഇവിടെ ഐക്യത്തിന് തടസ്സം നിൽക്കുന്നത് ബിദ്അത്തിന്റെ ശിർക്കാരോപണത്തിന്റെ ആളുകളാണ് എന്നുള്ള വസ്തുത, ആ യാഥാർത്ഥ്യം ഇത് സമുദായം മനസ്സിലാക്കണം. എന്റെ രക്ഷിതാക്കന്മാർ മനസ്സിലാക്കണം, എന്റെ ഉമ്മമാർ മനസ്സിലാക്കണം. അതുകൊണ്ട് ബിദ്അത്തിന്റെ ആദർശരാഹിത്യത്തിന്റെ ആദർശ വൈകല്യത്തിന്റെ അവസ്ഥയിൽ നമ്മൾ മാറണം. ഏറ്റവും ഒടുവിലായിട്ട് ഞാൻ നിർത്തുന്നു, എന്റെ സമയം അവസാനിച്ചിരിക്കുകയാണ്. ഇവിടെ മുജാഹിദുകൾ ലയിച്ചു എന്നല്ലേ പറഞ്ഞത്? ലയിച്ചു എന്ന് കോഴിക്കോട്. എവിടെയാണ് അവർ ലയിച്ചത്? ലയിച്ചതിന് ശേഷം അവർ പുറത്തിറക്കിയ പ്രസിദ്ധീകരണങ്ങളോ പ്രഭാഷണങ്ങളോ സീഡികളോ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, കേൾക്കുമ്പോൾ 2002 മുതൽക്ക് 2016 വരേക്കുമുള്ള 14 കൊല്ലക്കാലത്തെ പറഞ്ഞു നടന്നിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അള്ളാഹ്ക്ക് കയ്യും കാലും തലയും എല്ലും ഊരയും കണങ്കാലും ചന്തിയും പിന്നെ ചന്തിന്റെ ഉള്ളിൽ വല്ലതും ഉണ്ടോ എന്നുള്ളതൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. ഇതെല്ലാം പടച്ചോനുണ്ട് എന്ന് പറയണോ പറയണ്ടേ? അങ്ങനെ പറഞ്ഞാലാണ് ഈമാനാവുക എന്നൊരു കൂട്ടരും, അങ്ങനെ പറഞ്ഞാൽ ഈമാൻ പോകും എന്ന് പറയുന്ന കൂട്ടരും ലയിച്ചപ്പോൾ എന്ത് തീരുമാനമെടുത്തു? സിഹർ എന്ന് പറയുന്ന അഭൗതിക വിഷയം ഫലിക്കുമോ ഇല്ലയോ? ഫലിക്കുമെന്നാൽ വിശ്വസിച്ചാൽ കാഫിർ, ഇല്ലെന്ന് വിശ്വസിച്ചാൽ കാഫിർ. ഇങ്ങനെ പരസ്പരം പറഞ്ഞു നടന്നിരുന്നവർ എന്തേ കഴിഞ്ഞ ഡിസംബർ മാസത്തിലെ ലയന സമ്മേളനത്തിൽ ഒന്ന് പറയുക പോലും ചെയ്തില്ല? അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളിലെ ബലപ്പെട്ട ഹദീസുകളായ ഹസനായ ഹദീസുകളെ സംബന്ധിച്ച് എന്താ ഒരു കൂട്ടര് പറഞ്ഞത്? അത് നായ്ക്കാട്ടങ്ങൾ ഒരുമിച്ച് കൂട്ടിയതുപോലെയാണ് എന്ന് പറഞ്ഞ നിങ്ങളുടെ ലയനത്തിൽ ഹദീസുകളെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? മുജാഹിദുകൾ പറയേണ്ടതല്ലേ, ഞങ്ങൾ ഒന്നായി, മുസ്ലിങ്ങൾ ഒന്നായി, ഐക്യപ്പെട്ടു, മുസ്ലിങ്ങളൊക്കെ ഐക്യപ്പെടണം. എവിടെയാണ് ഈ ഐക്യം? ആദർശരഹിതമായ, ആദർശവൈകൃതമായ, ആദർശവൈകല്യത്തിൽ അധിഷ്ഠിതമായ വൈരുദ്ധ്യാധിഷ്ഠിത ലയനം. ഇതെന്ത് ലയനമാണ്? ഇങ്ങനെ ഒരു ലയനവും ഇങ്ങനെ ഒരു ഐക്യവും ഇസ്ലാമിലുണ്ടോ? സഹാബത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്.
പ്രസവിക്കുന്ന ഉമ്മമാരെ, പ്രസവിക്കുന്ന കുട്ടി കരയുന്നത് എന്തിന്റെ പേരിലാണ്? അത് ഡോക്ടർമാർ പറയും ഇന്ന കാരണത്താലാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് പിശാച് കുത്തിയതിന്റെ പേരിലാണ്. അപ്പൊ രണ്ട് കാരണമായി. ഒന്ന് റസൂല് പറഞ്ഞ കാരണം, ഒന്ന് ഡോക്ടർ പറഞ്ഞ കാരണം. എന്നാൽ അതിനെ സംബന്ധിച്ച് ഇവരെന്താ പറഞ്ഞത്? 2002 മുതൽക്ക് 2016 വരെ പറഞ്ഞു 14 കൊല്ലം. അങ്ങനെ വിശ്വസിച്ചാൽ അത് അന്ധവിശ്വാസമാണ്. ശൈത്താൻ ഇപ്പൊ വേറെ കുത്തല്ലാത്ത വേറെ പണിയൊന്നുമില്ലേ? അപ്പൊ ഒരു കൂട്ടർ പറഞ്ഞു അല്ല, അത് അങ്ങനെ തന്നെ പറയണത് ബുഖാരിയിലുള്ള ഹദീസല്ലേ. ലയിച്ചപ്പോൾ നിങ്ങൾ എന്ത് തീരുമാനമെടുത്തു? അജ്വാക്കാരക്ക സ്ഥിരമായി ഭക്ഷിക്കുന്നവർക്ക് വിഷമേൽക്കില്ല, സിഹറേൽക്കില്ല എന്ന് പറയുന്ന സ്വഹീഹുൽ ബുഖാരിയുടെ പ്രസക്തമായ ഹദീസിനെ ഇപ്പോൾ നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിച്ചു? ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീസുകൾ പോലും തങ്ങളുടെ ബുദ്ധിക്കനുഗുണമാകുമെങ്കിലേ സ്വീകരിക്കാൻ നിർവാഹമുള്ളൂ എന്ന വാദക്കാർ തമ്മിൽ നടത്തുന്ന എന്ന് പറയപ്പെടുന്ന ലയനം, ഐക്യം, സ്വഹീഹുൽ ബുഖാരിയെ സംബന്ധിച്ച് എന്ത് തീരുമാനമെടുത്തു? ഇത് ഈ സമൂഹത്തോട് പറയണം. വെറുതെ ഞങ്ങൾ ലയിച്ചു എന്ന് പറഞ്ഞാൽ പോരാ. കപട ലയനമല്ല. നിങ്ങൾ ലയിച്ചാലും നിങ്ങൾ യോജിച്ചാലും, യോജിച്ചാൽ അത്രയും നല്ലത് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്. പക്ഷേ ഈ ഉമ്മത്തിനെ പഴിപ്പിക്കാൻ പാടില്ല. ഈ ഉമ്മത്തിന്റെ ആദർശബന്ധിതമായ ഐക്യനിരയെ, സാലിഹീങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഐക്യശക്തിയെ, അതാണ് ശക്തി എന്ന് പറയുന്നത്. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, ബാബു മൻ ഇസ്തആന ബിദ്ദുഅഫാഇ വസ്സാലിഹീൻ എന്ന അധ്യായത്തിൽ കാണാം, മുസ്ലിമീങ്ങൾക്ക് ഏത് കാലത്ത് പ്രശ്നമുണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾക്കുള്ള ഒരേ ഒരു പരിഹാരം എന്ന് പറയുന്നത് ആയുധത്തിന്റെ ബലമല്ല, സൈന്യത്തിന്റെ സന്നാഹമല്ല, അതുപോലെ തന്നെ ആളുകളുടെ ബലവും അല്ല, മറിച്ച് മഹാരഥന്മാരായ ആളുകളുടെ ആത്മീയമായ ബറക്കത്തിന്റെ സാന്നിധ്യമാണ് മുസ്ലിം ലോകത്തിന്റെ ഐശ്വര്യവും ശക്തിയുമെന്ന് ഷഫീഉന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച ആ ശക്തിയുടെ ആത്മീയമായ ചൈതന്യത്തെ തച്ചു തകർക്കുവാൻ വേണ്ടി ഭിന്നിപ്പിന്റെ വിഷവിത്വമായി കടന്നു വരുന്ന ബിദ്അത്തിന്റെ പ്രസ്ഥാനങ്ങളെ നാം വളരെ ശക്തമായി കരുതിയിരിക്കണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തിക്കൊണ്ട് നമ്മുടെ സ്ഥാപനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഇനി നമ്മൾ ദാരിമിയാളൊക്കെ ഒന്ന് ഇറങ്ങണം. ഉസ്താദിന്റെ സ്വാഗത പ്രസംഗം നമ്മളോടായി പറഞ്ഞത്, നാട്ടുകാരോടല്ല, നമ്മളോടാ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പൊ ജില്ലാ സമിതികൾ രൂപീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ആ ജില്ലാ സമിതികൾ, ഓരോ ജില്ലയിലെയും ദാരിമിമാർ അതിശക്തമായ പ്രവർത്തനത്തിലേക്ക് തിരിച്ചു പോകണം. തിരിച്ചു പോകണമെന്ന് ഞാൻ ബോധപൂർവം പറഞ്ഞാണ്. നമുക്ക് വലിയൊരു പ്രവർത്തനത്തിന്റെ ചരിത്രം പറയാനുണ്ട്. ദാരിമിമാരുടെ പ്രവർത്തനം കണ്ടിട്ട് അന്തം വിട്ട കുറെ ആൾക്കാരുണ്ടായിരുന്നു പഴയ കാലത്ത്. ഇവലെങ്ങനെ വിട്ടാൽ ഇവലെ ഹൈജാക്ക് ചെയ്യുമോ എന്നൊക്കെ നിരീക്ഷിച്ച ആൾക്കാരുണ്ട്, അല്ലേ ഉസ്താദുമാരെ? ഉണ്ട്. അത്ര ശക്തമായി ദാരിമിമാർ പ്രവർത്തിച്ച പഴയകാല സുവർണ കാലഘട്ടത്തിന്റെ മേന്മയിലേക്ക് നമ്മുടെ പുതിയ ദാരിമി സെൻട്രൽ കൗൺസിലിന്റെ കീഴിലുള്ള നമ്മുടെ സംഗമം, നമ്മുടെ പ്രവർത്തനം വളർന്നു വരണം. നമുക്ക് ശക്തരമായ ഉസ്താദുമാർ, വിനയത്തിന്റെയും ആത്മീയതയുടെയും മഹാപാണ്ഡിത്യത്തിന്റെയും തഹ്ഖീഖിന്റെയും ഉടമകളായ നമ്മുടെ ഈ ഉസ്താദ്, ജലീൽ ഉസ്താദ്, എ.വി. ഉസ്താദ്, മൗലാന ഉസ്താദ് പോലുള്ള മഹാരഥന്മാരുടെ വൈജ്ഞാനികവും ആത്മീയവുമായ പിന്തുണ നമുക്കുണ്ട്, അവരുടെ നേതൃത്വം നമുക്കുണ്ട്. അള്ളാഹു നമ്മുടെ പ്രവർത്തനത്തെ വിജയിപ്പിക്കുമാറാവട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ദുആ ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.